2 ദിവസം മുൻപ് ഒരു സ്നേഹച്ചങ്ങല ഞാൻ കണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും കണ്ടു കാണും. നരേന്ദ്രമോദിയുടെ കൈ ഇങ്ങനെ സുദൃഢമായി പിടിച്ചു വച്ചിരിക്കുന്ന പിണറായി വിജയൻ്റെ ഒരു സ്നേഹച്ചങ്ങല. അത് നടത്തിയിട്ടാണ് ഇന്ന് ഈ മനുഷ്യച്ചങ്ങലയായിട്ട് ഇറങ്ങുന്നത്. അത് ആരെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ്? ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരായിട്ട് ശക്തമായി സമരം ചെയ്യുന്നുണ്ട് ഞങ്ങൾ. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു സംസ്ഥാന ഘടകം തന്നെ, CPMൻ്റെ ഒരു സംസ്ഥാന ഘടകം തന്നെ, അവർക്ക് ആൾ കുറവായിരുന്നു, ആ സംസ്ഥാനത്തിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചുള്ള ആളുകളായിരുന്നു. എങ്കിൽ പോലും അവർ അഭിവാദ്യവുമായിട്ട് ചെല്ലുന്ന പ്രകടനം നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും നമ്മൾ കണ്ടു. രാഹുൽ ഗാന്ധിക്ക് അഭിവാദ്യമായി. കാരണം രാഹുൽ ഗാന്ധി നടത്തുന്ന പോരാട്ടത്തിനകത്ത് ആത്മാർത്ഥതയുണ്ട്. കേന്ദ്ര സർക്കാർ ഒരുപാട് കൊള്ളരുതായ്മകൾ നടത്തുന്നുണ്ട്, നമുക്ക് തർക്കമില്ലാത്ത കാര്യമാണ്. ഇപ്പോൾ ജനുവരി മാസം 26-ാം തീയതി റിപ്പബ്ലിക് ദിനത്തിൽ ഞങ്ങൾ യങ് ഇന്ത്യ എന്ന് പറയുന്നൊരു സമര പരിപാടി നടത്തുകയാണ് പാലക്കാട് വെച്ചിട്ട്. പാലക്കാടിൻ്റെ പ്രത്യേകത അറിയാമല്ലോ, BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയ സ്ഥലമാണ് പാലക്കാട്. അവിടെ വെച്ചിട്ട് ഞങ്ങൾ യങ് ഇന്ത്യ എന്ന് പറയുന്ന ആശയത്തിന് വേണ്ടിയിട്ടൊരു സമരം നടത്തുകയാണ്. ഫെബ്രുവരി മാസം തന്നെ 2-ാം വാരം ഗ്രേറ്റ് മാർച്ച് UDYFൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ നടത്തുകയാണ്. ഈ കേരളത്തിലൊരു അധോലോക ഇടനാഴി പ്രവർത്തിക്കുന്നുണ്ട്. ഈ സ്നേഹച്ചങ്ങലയുടെയൊക്കെ ഭാഗമായിട്ടുള്ളൊരു ഇടനാഴിയാണ്. അപ്പോൾ ആ ചങ്ങലയുടെ ഭാഗമായിട്ടുള്ള ഇടനാഴിയിലൂടെ രാജ്ഭവൻ ക്ലിഫ് ഹൗസും ബന്ധിപ്പിക്കുന്ന ആ ഇടനാഴിയിലൂടെ ഞങ്ങൾ ഗ്രേറ്റ് മാർച്ച് നടത്തുന്നുണ്ട്. ഇവർ നടത്തുന്ന സമരത്തിനകത്ത് എന്ത് ആത്മാർത്ഥതയാണുള്ളത് DYFIക്കാർ നടത്തുന്നത്? DYFI എന്നിപ്പോൾ ഞാൻ വിളിക്കില്ല. അപ്പോൾ DYFI എന്ന് പറഞ്ഞാൽ ഇന്ത്യ ആണല്ലോ, ഡെമോക്രാറ്റിക് ഉണ്ട്, ആ പേരൊക്കെ അവർ തന്നെ സ്വീകരിച്ചോട്ടെ. സത്യത്തിൽ ഇപ്പോൾ അത് DYFT ആണ്, ഡെമോക്രാറ്റിക് യൂത്ത് ഫ്രണ്ട് ഓഫ് തൈക്കണ്ടി ഫാമിലിക്ക് വേണ്ടി മാത്രമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായി അത് മാറിയിരിക്കുകയാണ്. അവരുടെ ആകെയുള്ള പണി പിണറായി വിജയനെ ഇങ്ങനെ പാടിപ്പൊഴുത്തുക, ആ കുടുംബത്തിൻ്റെ എല്ലാ മാറാപ്പും എടുത്ത് ചുമലിൽ വയ്ക്കുക. യൗവനത്തോടൊരല്പം നീതി പുലർത്തുവാൻ ആ സംഘടനയിൽപ്പെട്ട സുഹൃത്തുക്കളും സഹോദരങ്ങളും തയ്യാറാകണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത്. പിന്നെ അവരുടെ പരിപാടി പോകുന്ന കാര്യം ഈ ദിവസങ്ങൾ തന്നെയാണ് എൻ്റെ സഹപ്രവർത്തകർ തെരുവിൽ ഇവന്മാരുടെ കയ്യിൽ നിന്ന് അതിക്രൂരമായി മർദ്ദനം ഏറ്റുവാങ്ങിയത്. എന്നിട്ട് അവർ മനുഷ്യച്ചങ്ങല വിളിക്കുമ്പോൾ ഞങ്ങൾ പോയി കൈപിടിക്കാൻ നിൽക്കുകയല്ലേ? ഞങ്ങളുടെ സഹപ്രവർത്തകരുടെ കൈ തല്ലിയൊടിച്ചവന്മാരുടെ കൈ പിടിക്കാൻ നിൽക്കുക. ഈ സംഘടനയുടെ പേര് വിജയൻ ഫാൻസ് അസോസിയേഷൻ എന്നല്ല. ആർജവമില്ലാതെ നാണമില്ലാതെ ആരെങ്കിലും പറയുന്നിടത്തെല്ലാം പോയി നിൽക്കാനായിട്ട് ഈ സംഘടനയ്ക്ക് നിലപാടുണ്ട്. ഞങ്ങൾക്കറിയാം സമരം ചെയ്യാൻ. കേന്ദ്ര സർക്കാരിനെതിരായിട്ട് ഇവരെപ്പോൾ സമരം ചെയ്തു കഴിഞ്ഞാലും ഞങ്ങളങ്ങനെ വിശ്വസിക്കുക. ഇവരുടെ കൂടെ ഒരു ഫോറത്തിൽ പോയി നിൽക്കാമെന്ന് വിചാരിച്ചു. ഇവരുടെ കൂടെ ഒരു പന്തലിൽ പോയി നിന്നാൽ അന്നേരമായിരിക്കും മറ്റേ സ്നേഹച്ചങ്ങലയായിട്ട് വിജയനും മോദിയും തമ്മിൽ ഒന്നിക്കുന്നത്. അപ്പോൾ തന്നെ ഉമ്മാർ പന്തലും പിടിച്ചുകൊണ്ട് പോകത്തില്ലേ? അപ്പോൾ ഈ പന്തലിൻ്റെ മണ്ടയ്ക്ക് കയറി ഒരു താഴെ വീഴില്ലേ? അപ്പോൾ അതുകൊണ്ട് DYFI ഒക്കെ വിശ്വസിച്ചുകൊണ്ട് ഇത്തരം സമരത്തിൽ ഇറങ്ങിത്തിരിക്കുന്ന ആളുകൾ ആലോചിക്കുക, ഇതിന് മനുഷ്യച്ചങ്ങലയേക്കാൾ ഇവരുടെ മനസ്സിലുള്ളത് വിജയനോടുള്ള അടിമച്ചങ്ങലയാണ്. അപ്പോൾ അതുകൊണ്ട് ആ അടിമച്ചങ്ങല നിലനിൽക്കുന്നിടത്തോളം കാലം വിജയനും മോദിയും തമ്മിലുള്ള സ്നേഹച്ചങ്ങല മാത്രമേ നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ സമരം ഒരു അപഹാസ്യമാണ്, ഷോയാണ്. ഇപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ വരുന്ന വിവാദങ്ങളൊന്നും മറയ്ക്കാൻ പറ്റുമോ? പിന്നെ കുറേ കാലമായി ഒരു യുവജന സംഘടന ഒരു പണിയും ചെയ്യുന്നില്ല എന്നുള്ള ആക്ഷേപം ആ സംഘടനയ്ക്കകത്തുനിന്ന് തന്നെ ഉണ്ട്. ഒരു സമരവും ചെയ്യുന്നില്ല, ഒരു പണിയും ചെയ്യുന്നില്ല. അപ്പുറത്ത് യൂത്ത് കോൺഗ്രസ് ഒക്കെ സമരാവേശത്തിൽ നിൽക്കുന്നു എന്നുള്ള ആക്ഷേപം സംഘടനയ്ക്കകത്തു നിന്നുള്ള എത്രയോ ആളുകൾ നമ്മളെയൊക്കെ കാണുമ്പോൾ നാട്ടിൻപുറത്തൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ക്ഷീണമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊരു ഒരു ശരീര വ്യായാമം നല്ലതാണ്. അതിനെ ആ തരത്തിൽ ഒരു ഹെൽത്ത് ഓറിയൻറ്റഡ് ആയിട്ട് മാത്രമേ ഞങ്ങൾ കണക്കാക്കൂ. മുഖ്യമന്ത്രിയുടെ സമരങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടോ? മുഖ്യമന്ത്രിയുടെ സമരങ്ങൾക്ക് എന്താ ആത്മാർത്ഥതയുള്ളത്? ഇപ്പോൾ കേന്ദ്രാവഗണന ഒരു യാഥാർത്ഥ്യമാണ്, തർക്കമില്ല. അത് റെയിൽവേ ആയിക്കോട്ടെ, തൊഴിൽ സൃഷ്ടിക്കുന്ന കാര്യത്തിലായിക്കോട്ടെ, ഫണ്ട് അലോക്കേഷൻ്റെ കാര്യത്തിലായിക്കോട്ടെ, എല്ലാം ആയിക്കോട്ടെ. പക്ഷേ അത് മാത്രമാണോ കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണം? അത് കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നാണ്. അതേ സമയത്ത് തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ദൂർത്ത് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ അമ്മമാർക്ക് പെൻഷൻ 5 മാസക്കാലമായി മുടങ്ങിക്കിടക്കുകയാണ്. KSRTC ജീവനക്കാർ എല്ലാ മാസവും പകലന്തിയോളം പണിയെടുത്ത് എല്ലുമുറുക്കെ പണിയെടുത്തിട്ട് മാസാവസാനം ശമ്പളത്തിന് ചെല്ലുമ്പം പുച്ഛം മാത്രമാണ് കിട്ടുന്നത്. ഏതെങ്കിലും ഒരു മാസം 5-ാം തീയതിക്കുള്ളിൽ ശമ്പളം കൊടുത്താൽ ഇത് സർക്കാരിൻ്റെ ക്രെഡിറ്റ് ആണെന്ന് പറഞ്ഞ് പോസ്റ്റർ വരെ അടിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ സംസ്ഥാന സർക്കാർ പോകുന്നത്. ആ സമയത്താണ് ദൂർത്ത്, ധാരാളിത്തം, ആഡംബര അടിയന്തരാവസ്ഥയുടെ ആ ബസ് പോയി നമ്മൾ കണ്ടതല്ലേ, എന്തോരം ദൂർത്തായിരുന്നു. അപ്പോൾ കേരളത്തെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നതിനകത്ത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും മത്സരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരാൾ മറ്റൊരാളോട് നടത്തുന്ന സമരം അവരവരുടെ വീഴ്ച മറച്ചു വയ്ക്കാൻ വേണ്ടിയാണ്. ഞങ്ങളുടെ സമരം 2 പേർക്കും എതിരായിട്ടാണ്. ഇവർ 2 പേരുമാണ് ഉത്തരവാദികൾ. ഞങ്ങൾ 2 പേരെയും ഒരുപോലെ കേരളത്തിൻ്റെ ശത്രുക്കളായി, ഈ നാടിൻ്റെ ശത്രുക്കളായി, ജനങ്ങളുടെ ശത്രുക്കളായി കണക്കാക്കി ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമരവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ആ ജനങ്ങൾക്ക് ഞങ്ങളുടെ സമരത്തിൽ വിശ്വാസമുണ്ട് എന്ന് മറ്റാരേക്കാൾ മാധ്യമപ്രവർത്തകർ എന്നല്ല നിങ്ങൾക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ടാണല്ലോ ഞങ്ങളുടെ സമരങ്ങൾ നിങ്ങൾ പ്രാധാന്യത്തോടു കൂടി കൊടുക്കുമ്പോൾ ഇപ്പോൾ DYFIക്കാരൊക്കെ പരാതി പറയുന്നതായിട്ട് എന്നെ ശ്രദ്ധപ്പെട്ടു. ഞങ്ങളുടെ സമരങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ ആ സമരങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് കാണാൻ പ്രേക്ഷകരുണ്ട്. ആരാ പ്രേക്ഷകർ? ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യന്മാരാണ്. പെൻഷൻ വാങ്ങാൻ പോകുമ്പോൾ പെൻഷൻ ലഭിക്കാതെ പോകുന്ന സാധാരണക്കാർ, ആശുപത്രിയിലേക്ക് മരുന്നിന് ചെല്ലുമ്പോൾ മരുന്ന് ലഭിക്കാതെ പോകുന്ന സാധാരണക്കാർ, നമ്മുടെ കൺസ്യൂമർ ഫെഡിൻ്റെ സ്ഥാപനങ്ങളിലേക്ക് പോകുമ്പോൾ സബ്സിഡി ഇനത്തിലുള്ള സാധനങ്ങൾ പോലും ലഭ്യമല്ലാത്ത, അതിനുപോലും വിലക്കയറ്റം ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ ജീവിക്കുന്ന സാധാരണ മനുഷ്യന്മാർ ഞങ്ങളുടെ സമരത്തെ കാണാനുണ്ട്. ജനം ഞങ്ങൾക്കൊപ്പമുണ്ട്. ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമരം ഞങ്ങൾ നടത്തും. പക്ഷാഘാതമൊന്നുമില്ല എന്നാണ് റിപ്പോർട്ടിൽ
ഞാൻ ഈ കൈരളിയുടെ റിപ്പോർട്ടർ ഒരു വേദി ഒരുക്കാമെങ്കിൽ ഇത് കൈരളിക്കൊന്നും മറുപടി പറയാനില്ല. കാരണം മെഹർ തരാർജി ഹേ ഹു എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെ വിളിക്കുന്ന ചാനലാണ്, അതിനൊന്നും മറുപടി പറയാനില്ല. ആ പാർട്ടിക്കകത്ത് ക്രെഡിബിളായൊരു പൊസിഷനിലിരിക്കുന്ന ആൾ, ക്രെഡിബിലിറ്റി ഉള്ള ആളെന്നല്ല, ക്രെഡിബിളായൊരു പൊസിഷനിലിരിക്കുന്നയാൾ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് ശ്രീ ഗോവിന്ദൻ. അദ്ദേഹം എനിക്കെതിരായിട്ട് ഒരു ആക്ഷേപം ഉന്നയിച്ചു. ഞാൻ വക്കീൽ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്, ഇതുവരെ അദ്ദേഹം മറുപടി തന്നിട്ടില്ല. ഇനി അദ്ദേഹത്തിന് വക്കീൽ നോട്ടീസ് കൊടുക്കുമ്പോൾ അദ്ദേഹം ആ ആക്ഷേപത്തിൽ, ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ മറുപടി കൊടുക്കണ്ടേ? ഞാനതിൻ്റെ ഉത്തമമായ വിശ്വാസത്തിലാണെന്ന് പറഞ്ഞ് മറുപടി കൊടുക്കണ്ടേ? മറുപടി കൊടുത്തിട്ടില്ല. അപ്പോൾ ആശങ്കയുണ്ട്. അപ്പോൾ ഗോവിന്ദനെ ഞാൻ ചലഞ്ച് ചെയ്തതാണ്, ഈ കൈരളിക്കാരനും കൂടെ വന്നോട്ടെ, എപ്പോഴെങ്കിലുമൊക്കെ ജീവിതത്തിൽ സത്യസന്ധമായ വാർത്ത കൊടുക്കാനുള്ള ഒരു അവസരം ഞാൻ കൊടുക്കാം. അപ്പോൾ കൈരളിക്കാരനും കൂടെ വന്നാൽ മറ്റൊരു ചാനലുകാരും വിളിക്കുന്നില്ല. കാരണം നിങ്ങളൊക്കെ എനിക്ക് നേരെ മൈക്ക് നീട്ടിയ 3 മാധ്യമപ്രവർത്തകർക്ക് അങ്ങേക്കെതിരെ ഉൾപ്പെടെ കേസെടുക്കുന്നതിനെ പറ്റി ആലോചിച്ചതാണ്. റിപ്പോർട്ടർ ചാനലിൻ്റെ മാധ്യമപ്രവർത്തകർക്കെതിരായിട്ട് കേസെടുക്കുന്നതിനെ പറ്റി ആലോചിച്ചാണ്. 3 മാധ്യമപ്രവർത്തകർക്കെതിരായിട്ട് കേസെടുക്കുന്നതിനെ പറ്റി ആലോചിച്ചു. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ ഒഴിവാക്കാം. കൈരളിക്കാരനാകുമ്പോൾ പേടിക്കണ്ടല്ലോ, കേസെടുക്കത്തില്ല. കൈരളിക്കാരൻ വരട്ടെ, ഗോവിന്ദനും ഞാനും കൈരളിക്കാരനും കൂടെ പോയി ആ ആശുപത്രിയിൽ പോയി നമുക്കത് വെരിഫൈ ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. പിന്നെ വാർത്ത ആദ്യം വന്നത് ദേശാഭിമാനിയില്ല. ദേശാഭിമാനിയിൽ ആ വാർത്ത എഴുതിയ ആളുടെ പ്രത്യേകത നിങ്ങൾക്കറിയാമല്ലോ. അയാളാണ് ആലപ്പുഴ ജില്ലയിലെ KSU നേതാവായ അൻസിൽ ജലീൽ വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചു എന്ന് പറഞ്ഞ ആദ്യ വാർത്ത ഹീനമായ, കൃത്യമായ ഭാഷയിൽ പറഞ്ഞാൽ, പഴയൊരു CPM നേതാവിൻ്റെ ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ പിതൃശൂന്യമായ വാർത്ത കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായ ആളാണത്. അയാൾ കൊടുത്തു. അൻസിൽ ജലീൽ വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയെന്ന്. എന്തായി? ഈ വിജയൻ്റെ പോലീസ് പറഞ്ഞില്ലേ അങ്ങനെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടില്ല എന്ന്? അത് ആ കേസ് തള്ളിപ്പോയില്ലേ? ഇനി അതേ റിപ്പോർട്ടർ, ദേശാഭിമാനിയുടെ ലേഖകൻ തന്നെയാണ് മോൻസൺ മാവുങ്കലുമായി ബന്ധപ്പെട്ട കേസിനകത്ത് KPCC പ്രസിഡന്റിനെതിരായിട്ടൊരു പരാമർശം നടത്തിയത്. കേരള പോലീസ്, വിജയൻ്റെ പോലീസ് പറഞ്ഞു തെറ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വ്യാജ വാർത്ത എഴുതാൻ വേണ്ടി മാത്രം ഇരുത്തിയിരിക്കുന്ന ഒരാളാണ് അയാൾ. അപ്പോൾ അയാൾ കൊടുക്കുന്ന വാർത്തകളെ കയ്യിൽ കയറി തൊട്ട്. അപ്പോൾ എൻ്റെ ചലഞ്ചാണ്, ധൈര്യമുണ്ടെങ്കിൽ എൻ്റെ വെല്ലുവിളി ഏറ്റെടുത്തിട്ട് ഗോവിന്ദൻ വരട്ടെ, നമുക്ക് നോക്കാം.